ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ മനോരമയുടെ ഫോൺ എടുത്തിട്ട് മനോരമയുടെ ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുക. ശരി, വരുമ്പോൾ വിളിക്കാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഫോണിൽ സംസാരിക്കുക കേട്ടോ. എന്താ ആൻറ്റി, എന്തായിരുന്നു സംസാരിക്കാത്തെന്ന് പറയുമ്പോൾ നമ്മുടെ മനോരമ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ്. പക്ഷേ ഇവർക്ക് എന്താ പറ്റിയത്, ഇവരെന്താ എന്നോട് സംസാരിക്കാത്തത്, ഡാമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്ന സമയത്ത് മുമ്പിൽ ആരോ കോളിംഗ് ബെല്ലിങ്ങനെ അടിക്കുക കേട്ടോ. രാമേട്ടാ, രാമേട്ടാ, വാതിലാരും മുട്ടുന്നുണ്ട്, വാതിൽ തുറക്ക് എന്ന് പറയാണ്. പക്ഷെ രാമേട്ടൻ വരുന്നില്ല. അശ്വിൻ തന്നെ നേരെ വാതിൽ തുറക്കുവാണ്. തുറക്കുമ്പോഴേക്കും മുത്തശ്ശി ആയിരിക്കും കേട്ടോ. മുത്തശ്ശിയോ, മുത്തശ്ശി എവിടെയെന്ന് രാവിലെ പോയത് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ അമ്പലത്തിൽ പോയെന്ന് പറയാണ്. എന്താ എന്താ മുത്തശ്ശി എന്നോട് സംസാരിക്കാത്തത്? ദേ എന്നോട് ദേ രാമേട്ടൻ സംസാരിക്കുന്നില്ല, മനോരമാൻ്റെ സംസാരിക്കുന്നില്ല, ദേ ഇപ്പൊ മുത്തശ്ശി സംസാരിക്കുന്നില്ല. എന്താ ഒന്നും സംസാരിക്കാത്തത്? ഈ വീട്ടിലുള്ളവർക്കെല്ലാം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. മുത്തശ്ശി കുറച്ച് നീങ്ങി നിൽക്ക് എന്ന ആക്ഷൻ കാണിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് കയറി പോയിട്ട് മുത്തശ്ശി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അശ്വിനെ. എന്നിട്ട് അശ്വിനെ നോക്കിയിട്ടൊന്ന് ചിരിച്ചതിന് ശേഷം അകത്തേക്ക് അങ്ങോട്ട് കയറി പോകട്ടോ. ഈ വീട്ടിലുള്ളവരൊക്കെ ഇതെന്തു പറ്റി എന്ന് അശ്വിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിനും വരുന്നുണ്ട്. അശ്വിൻ വരുമ്പോഴേക്കും ആരൊന്നും മിണ്ടുന്നൊന്നും ഇല്ല. അശ്വിൻ വേഗം കസേര ഇങ്ങനെ നീക്കുമ്പോഴേക്കും, കസേര നീക്കുന്ന ഒച്ച കേൾക്കുമ്പോഴേക്കും എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ ചെവി ഇങ്ങനെ പൊത്തി പിടിക്കുക കേട്ടോ. അതിനുശേഷം അശ്വിനെ കഴിഞ്ഞിട്ട് ടീസ്പൂൺ നിലത്തേക്ക് വീഴുമ്പോഴേക്കും എല്ലാവരും ആ ഒച്ച കേൾക്കുമ്പോൾ ഉഫ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ തലവേദന എടുക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താ എന്താ ആരും ഒന്നും പറയാത്തത്, ആരെന്താ മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആരൊന്നും മിണ്ടുന്നില്ല. ശേഷം അശ്വിൻ ഫുഡ് എടുക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ആരും എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് സംസാരിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി എനിക്കിടെ കാലിലേക്ക് ഒരൊറ്റ ചവിട്ടുവാണ്. അപ്പം തന്നെ എനിക്ക് ചുമ വരും കേട്ടോ. ചുമ വരുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് തന്നെ ചുമക്കുമ്പോഴേക്കും അതിൽ വെള്ളം ഉണ്ടാവില്ല. പെട്ടെന്ന് ശ്രുതി വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുവാണ്. അതിനുശേഷം എല്ലാവരും മിണ്ടാതിരിക്കുമ്പോഴേക്കും അശ്വിനാകെ ദേഷ്യം വേണം. അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ശ്രുതി വെള്ളം എടുത്തതിന് ശേഷം അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും കേട്ടോ. അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ചിരി നിർത്തുവാണ്. അശ്വിൻ ചോദിക്കുന്നുണ്ട്, എല്ലാം നിന്റെ പ്ലാൻ ആണല്ലേ, എല്ലാം എല്ലാവരും എന്നോട് മിണ്ടാതിരിക്കേണ്ടത് നീ പറഞ്ഞുവല്ലേ എന്ന് പറയാണ്. എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം അശ്വിൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ നിന്റെ അടുത്താ ചോദിച്ചത്, ദേ നീ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഈ അടുക്കളയെന്നല്ല ഈ വീട്ടിൽ നിന്ന് നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സാറിന് എന്താ, സാറല്ലേ പറഞ്ഞത് ഒച്ചപ്പാടും ബഹളമൊന്നും സാറിന് ഇഷ്ടമെന്ന്, അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ പരസ്പരം സംസാരിച്ച് ഒച്ചപ്പാട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഓ അപ്പൊ അതാണ് കാര്യം എന്ന് അശ്വിൻ പറയുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, അതെ അതന്നെയാ കാര്യം. ആരും പരസ്പരം മിണ്ടാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും, സന്തോഷമൊന്നും മിണ്ടാതെ പങ്കുവെക്കാൻ പറ്റും നോക്കട്ടെ എന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചു, അത്ര തന്നെ എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതി അവിടെ നിന്ന് വെള്ളം എടുത്തോണ്ട് പോകുക കേട്ടോ. അപ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് നിക്ക് എന്ന് പറഞ്ഞിട്ട് രാമേട്ട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. രാമേട്ടൻ വരുമ്പോഴേക്കും വെള്ളം കൊണ്ട് അവിടെ കൊണ്ടേ വെക്കാൻ പറയാണ്. രാമേട്ടൻ വെള്ളം മേടിച്ചിട്ട് ശ്രുതിനെ കഴിഞ്ഞ് അവിടേക്ക് കൊണ്ടേ വെക്കുവാണ്. ശ്രുതി അശ്വിനൊന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം അശ്വിനും ശ്രുതിനെ ഒന്ന് നോക്കുക കേട്ടോ. ശേഷം ശ്രുതി ഒന്നും അറിയാതെ പോലെ അങ്ങോട്ടേക്ക് പോകുവാണ്. പോയി കഴിയുമ്പോഴേക്കും അശ്വിൻ വീണ്ടും എല്ലാവരുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഓഹോ അപ്പൊ എല്ലാവരും വാശിയിലാണല്ലേ, എല്ലാവരും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുവാണല്ലേ. കാണിച്ചത് അല്ല, ചേച്ചി എവിടെ, ചേച്ചി കഴിക്കാൻ വന്നിരുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ആക്ഷൻ കാണിക്കുന്നുണ്ട് അശ്വിൻ്റെ അടുത്ത്. ചേച്ചി കഴിച്ചില്ല, കരയുവാണ്, മുകളിലാണെന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുവാണ്. ഓഹോ അപ്പൊ ചേച്ചി കഴിച്ചുമില്ല, കരഞ്ഞുകൊണ്ടിരിക്കുവാണല്ലേ, ശരി ചേച്ചിക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പാത്രം എടുത്തിട്ട് ചപ്പാത്തിയോ ഇഡലിയോ എന്തൊക്കെയോ എടുത്തിട്ട് അതിലേക്ക് കറിയൊക്കെ വിളമ്പിയിട്ട് അശ്വിൻ മുകളിലേക്ക് പോവുകയാണ്. അശ്വിന്റെ പോക്കൊക്കെ കാണുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുക കേട്ടോ. പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അശ്വിൻ സാർ പോയല്ലോ, അഞ്ജലി മേഡം ഇപ്പൊ ഭക്ഷണം കഴിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതി ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്തിട്ട് അഞ്ജലിനെ വിളിക്കുന്നത്, ഹലോ മേഡം, ദേ അശ്വിൻ സാർ മേഡത്തിനുള്ള ഫുഡായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, പ്ലേറ്റ് ഒക്കെ മാറ്റിക്കോ എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതിയും നമ്മുടെ മുത്തശ്ശിയും എനിക്ക് മോഹൻലാലും മനോരമയും ആകാശൊക്കെ പൊട്ടിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആ പാത്രം പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞായിരുന്നു പാത്രം എവിടെ ഒളിപ്പിച്ചു വെക്കുമെന്ന് അറിയാണ്ട് പെട്ടെന്ന് തന്നെ അത് ബെഡ്ഷീറ്റിന്റെ ഇടയിലേക്ക് ഒളിപ്പിച്ചു വെക്കുവാണ്. അഞ്ജലിയുടെ അടുത്തേക്ക് അശ്വിൻ വരുന്നുണ്ട്. ചേച്ചി നോക്ക്, ഈ വീട്ടിൽ ആരും എന്നോട് സംസാരിക്കുന്നില്ല, ചേച്ചി അങ്ങനെ തന്നെ ചെയ്യാൻ പോവാണോ, ചേച്ചിക്ക് എന്നോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും, നീ എന്താ നിന്റെ വാശിയും നിന്റെ ഇത് മാത്രം മുന്നിൽ കാണുന്നത്, നിന്റെ സന്തോഷം മാത്രമേ നീ മുന്നിൽ കാണുന്നുള്ളൂ, മറ്റുള്ളവരെ ആരും വിഷമിച്ചാൽ നിനക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. ചേച്ചി ഞാനിപ്പോൾ എന്ത് വേണമെന്നാ പറഞ്ഞത്, നീ ഒരു കാര്യം ആലോചിച്ചു, ആകാശിനെ കണ്ണം കഴിക്കാവുന്ന പ്രീതി, ആ പെൺകുട്ടിയുടെ വിവാഹ സ്വപ്നങ്ങളും സങ്കല്പങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. ഒരു പെൺകുട്ടി ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാ കഴുത്ത് നീട്ടിക്കൊടുക്കണത്, അതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് നീ ഇല്ലാതാക്കിക്കണത്. പ്രീതിനെ മാത്രമല്ല അവളുടെ വീട്ടുകാരും എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും മോളുടെ വിവാഹം ഇങ്ങനെ നടത്തണം അങ്ങനെ നടത്തണം എന്നൊക്കെ. അപ്പോൾ നീ ഒന്നും വേണ്ട, ഒരു പരിപാടിയും വേണ്ട, കല്യാണത്തിന്റെ ചടങ്ങ് മാത്രമാണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എത്ര വിഷമവും. നീ സംഗീതനായിട്ട് വേണ്ടത് പറയുമ്പോൾ തന്നെ ശ്രുതിയുടെ മുഖം മാറിയത് നീ ശ്രദ്ധിച്ചില്ലേ, പാവം അവൾക്ക് പോലും എത്ര വിഷമമായി, അപ്പൊ പ്രീതിക്കും പ്രീതിയുടെ വീട്ടുകാർക്കൊക്കെ എത്ര വിഷമമാകും എന്നൊക്കെ അശ്വിനോട് നമ്മുടെ അഞ്ജലി പറയുക കേട്ടോ. അപ്പോഴേക്കും അശ്വിൻ പറയണ്ട, മതി ചേച്ചി എനിക്ക് മനസ്സിലായി, കാരണം ആരും അവരുടെ സന്തോഷം കളയണ്ട,
സംഗീതനായിട്ടോ മെഹന്തിയോ എന്താ വെച്ചാൽ അയക്കോ, എനിക്കൊരു കുഴപ്പമില്ല. സത്യമാണോ കുഞ്ഞ? അതെ, പക്ഷെ ചേച്ചി ആദ്യം ഈ ഭക്ഷണം കഴിക്കേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരും കേട്ടോ. കഴിക്കല്ലേ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും അഞ്ജലിയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വരൻ ഇത് എങ്ങനെ കഴിക്കൂ, ഇപ്പൊ വയറ് നിറച്ച് കഴിച്ചേ ഉള്ളൂ, ഇനി ഇതുകൂടി എങ്ങനെ കഴിക്കും എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി മേഡത്തിനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ മനോരമയും മുത്തശ്ശിയും രാമേട്ടനും എനിക്കും എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുവാട്ടോ വാതിക്കൽ നിന്നിട്ട്. ശ്രുതി അപ്പൊ ഇങ്ങനെ കണ്ണു വെച്ചിട്ട് എല്ലാം ശരിയാക്കാം എന്നിങ്ങനെ കാണിക്കുമ്പോഴേക്കും അശ്വിൻ അത് കാണുന്നുണ്ട്. വാതിലിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്ന എല്ലാവരും ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, ശരി എല്ലാവരുടെ സന്തോഷം അതാണെങ്കിൽ ഞാൻ സമ്മതിച്ചു, സംഗീതനായിട്ടോ മെഹന്തിയോ ഹൽദിയോ എന്താ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. ഓ അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കുന്നു ബ്രോ എന്ന് എനിക്ക് പറയാണ്. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, എല്ലാം എന്റെ ചേച്ചിക്ക് വരട്ടെ എന്ന് പറയുമ്പോഴേക്കും ഓ യു ആർ ഗ്രേറ്റ് ബ്രോ എന്നൊക്കെ എനിക്ക് പറയും കേട്ടോ. അതിനുശേഷം എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ മുത്തശ്ശി അഞ്ജലി പറഞ്ഞിട്ട്, വാ മുത്തശ്ശി നമുക്ക് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ, വാ എന്ന് പറഞ്ഞിട്ട് വളരെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് നിലത്തേക്ക് ഇറങ്ങി പോവാട്ട് റൂമിൽ നിന്ന്. ആ സമയത്ത് അശ്വിനും അതുപോലെ തന്നെ എനിക്കും ശ്രുതിയും മാത്രം ആ റൂമിലുള്ളത്. അവർ പരസ്പരം മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയണ്ടേ, വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിക്കുവാണ്. ശ്രുതി എനിക്ക് പുറത്തേക്ക് എത്തുമ്പോഴേക്കും എനിക്ക് പറയുന്നുണ്ട്, അപ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങനെ തോൽവി സമ്മതിച്ചു അല്ലേ? അതെ അതെ, നമ്മുടെ മുമ്പിൽ അശ്വിൻ സായറാം അങ്ങനെ തോൽവി സമ്മതിച്ചു എനിക്ക് എന്ന് ശ്രുതി പറയാണ്. ആ സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും എനിക്ക് ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് പോകുവാട്ടോ. അശ്വിൻ ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞല്ലോ സംഗീതനായിട്ട് മത്സരം കാര്യങ്ങൾ എന്നൊക്കെ. ശരി, മത്സരത്തിൽ ആരാ ജയിക്കണേ നമുക്ക് നോക്കാം. ചെക്കന്റെ വീട്ടുകാരാണോ പെണ്ണിന്റെ വീട്ടുകാരാണോ ജയിക്കണത് നമുക്കൊന്ന് നോക്കാലോ എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അശ്വിൻ പറഞ്ഞിട്ട്, ആരാ ജയിക്കണേ നമുക്ക് നോക്കാം. യഥാർത്ഥ മത്സരം തുടങ്ങാൻ പോണെന്നല്ലേ നീ പറഞ്ഞത്? ശരി, ഇത് മത്സര ബുദ്ധിയോട് കൂടി തന്നെ ചെയ്യാൻ ഞാനും തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുവാണ്. ശ്രുതിക്ക് അത് കേട്ടുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്, കാരണം മത്സരമായിട്ട് എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നിലത്തേക്ക് അങ്ങനെ ഇരിക്കുക. മുകളിലത്തെ നിലത്തേക്ക് വന്നിട്ട് എല്ലാവരും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശരിയാണ് മുത്തശ്ശി, ചേട്ടൻ സമ്മതിച്ചോ? സമ്മതിച്ചെന്നേ. ശരിക്കും നമ്മള് ശ്രുതിയെടുത്താണ് താങ്ക്സ് പറയേണ്ടത്. അവളുടെ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ അശ്വിൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പറയണ്ട, അതെ അവൾ ഭയങ്കര ബുദ്ധിമതി തന്നെ, വെരി ഗ്രേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയണ്ട, ശ്യാം നീ അറിഞ്ഞില്ലേ കാര്യങ്ങൾ? അഞ്ജലി പറഞ്ഞിരുന്നു അളിയൻ എല്ലാത്തിനും സമ്മതിച്ചു അല്ലേ? അതെ, എല്ലാത്തിനും ശ്രുതിയെടുത്താണ് നന്ദി പറയേണ്ടത്. അവളുടെ ആ ഒരു ബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ അശ്വിന് സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരുവാട്ടോ. ഞാൻ ഇറങ്ങുവാണേ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയണ്ടേ, ഞങ്ങൾ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ഉള്ളത് കൊണ്ട് അശ്വിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റത്. എന്തായാലും സമ്മതിച്ചല്ലോ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു മോളെ, നീ ശരിക്കും ഒരു നല്ലൊരു കുട്ടിയാ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ ശ്യാം പതുക്കെ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാട്ടോ. ഭയങ്കര സ്നേഹത്തോടു കൂടി പ്രണയത്തോടു കൂടി തന്നെ ശ്യാം ആണെങ്കിൽ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ്. ശ്രുതി പക്ഷെ ശ്യാമിനെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ശ്രുതി ബാക്കിയുള്ളവരെല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.